വയറ് നിറച്ച് തൃപ്തികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടാറ് സാധനമാണ് ഫ്രൈഡ് റൈസ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി, അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിനുവേണ്ടി നമ്മൾ എടുത്തേക്കണത് മഷ്റൂം ആണല്ലോ. മഷ്റൂം ഉണ്ട്, കുറച്ച് പൈനാപ്പിൾ, പഴുത്ത പൈനാപ്പിൾ, കുറച്ച് സീക്കോൺ ഉണ്ട്, ഇത് ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, ക്യാബേജ്, നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ചോറ് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം. കമോൺ. അതിനായിട്ടൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് വീണ്ടും നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ മൂട് വശം അരിഞ്ഞത്, ആ വെളുത്ത വശമാണല്ലോ, അത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിയെടുക്കുക. അതൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത്, അധികം നേരെയിട്ട് ഇളക്കണ്ട കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്കൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മഷ്റൂം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് അത്യാവശ്യം വെന്ത് വരുന്ന സമയത്ത്, വെന്ത് കുഴഞ്ഞു പോകാൻ വേണ്ടി നിൽക്കേണ്ട, ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാപ്സിക്കവും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതധികം നേരെ ഇട്ട് ഇളക്കി കുറേ വേവിക്കേണ്ട, കൂട്ടത്തിൽ ബേബിക്കോണും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ക്രഞ്ചി ആയിട്ട് കിട്ടണം കടിക്കുമ്പോൾ, അതുകൊണ്ട് അധികം വേവിച്ച് നമ്മൾ ഇതെടുക്കരുത്, കറി വയ്ക്കണ പോലെ എടുക്കരുത്. ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ്, ഓയിസ്റ്റർ സോസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഇത് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി അതെല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഓർത്തിരിക്കുക. നമ്മൾ വീണ്ടും നമ്മുടെ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ റൈസിലേക്കും ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിക്കുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ കുഴഞ്ഞു പോകാതെ ഇളക്കിയെടുക്കുക. ഇത്രേ സംഭവമുള്ളൂ. ഇനി നമ്മളതിനകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ മേൽഭാഗം പച്ചവശത്തുള്ള ഇതുണ്ടല്ലോ, അത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണത് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് പീനട്ട്സ് അതും കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. ദെൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അതും കൂടി ചേർത്ത് വെച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് റെഡി. ഇത് കണ്ട നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി, വേറെ കറി ഒന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. കുറച്ച് കെച്ചപ്പ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത്, സാധിക്കുമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ മുകളിൽ ഒഴിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി. റൈസും കെച്ചപ്പും പൈനാപ്പിളും പീനട്ടും എല്ലാം കൂടി ചേർത്തൊരു പിടുത്തം പിടിച്ച് കഴിച്ചാലുണ്ടല്ലോ അസാധ്യ രുചിയാണ്. കറിയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, തീരണ വഴി അറിയാല. ഇപ്പോൾ ഒരു സാധനം പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടാവും.